നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മദ്യലഭ്യത കുറയുന്ന സാഹചര്യത്തിൽ വ്യാജമദ്യവും സ്പിരിറ്റും ഒഴുകാൻ സാധ്യതയെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. പോലീസും എക്സൈസും ജില്ലയിൽ സംയുക്ത റെയ്ഡ് നടത്തും. ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തതിന് അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണം. കെ എബ്രഹാം. മഴയൊഴിഞ്ഞ കർഷക ഗ്രാമങ്ങളും വനങ്ങളും വേനൽ ചൂടിൽ വെന്തുരുകുന്നു. ജില്ലയിൽ വെയിലും കാട്ടുതീയും താണ്ഡവം നടത്തുന്നു. മൂടക്കൊല്ലി കൂടല്ലൂർ പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷം. പൊറുതിമുട്ടി കുടുംബങ്ങൾ വീടുപേക്ഷിച്ചു പോകുന്നു. പൂക്കോട് വെറ്ററിനറി കോളേജിൽ PG കോഴ്സുകളും മ്യൂസിയവും മൃഗരോഗ വിവര വിനിമയ കേന്ദ്രവും തുടങ്ങുമെന്ന ബജറ്റ് പ്രഖ്യാപനം. പോളിയോ തുള്ളിമരുന്ന് വിതരണം രണ്ടാം ഘട്ടം. ജില്ല 96% ലക്ഷ്യം കൈവരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ബിയർ പാർലറുകളും കള്ളുഷാപ്പുകളും ബെവ്കോ ഔട്ട്ലെറ്റുകളും പൂട്ടിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വ്യാജമദ്യവും സ്പിരിറ്റും ഒഴുകാൻ സാധ്യതയെന്ന് പോലീസ് എക്സൈസ് ഇന്റലിജൻസ് മുന്നറിയിപ്പ്. വ്യാജമദ്യ ദുരന്തത്തിനും സാധ്യത. ജില്ലാതലത്തിൽ പ്രത്യേക സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങി. വയനാട്ടിൽ മൊബൈൽ പട്രോളിംഗ് ഉൾപ്പെടെ നടപടികൾ. പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ്, റവന്യൂ അധികൃതർ ഉൾപ്പെടെ സ്പെഷ്യൽ സ്ക്വാഡ് വയനാട്ടിൽ വ്യാജമദ്യത്തിന്റെയും സ്പിരിറ്റിന്റെയും ഒഴുക്ക് തടയാൻ ജില്ലാ വ്യാപകമായി പരിശോധനകൾ നടത്തും. എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങി. പോലീസ് പട്രോളിംഗ് 5-ാം തീയതി മുതൽ ശക്തമാക്കും. സംയുക്ത പരിശോധനയും ഉണ്ടാകും. സംസ്ഥാനത്ത് 42 അതിർത്തി ചെക്ക് പോസ്റ്റുകൾക്കൊപ്പം വയനാട്ടിലെ മുത്തങ്ങ, തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കും. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്ന് പുൽപ്പള്ളി, തിരുനെല്ലി അതിർത്തി പഞ്ചായത്തുകൾ വഴി കാട്ടുമാർഗങ്ങളിലൂടെ അനധികൃത മദ്യക്കടത്ത് വ്യാപകമാണെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. താളൂർ, നമ്പ്യാർകുന്ന് വഴിയും വയനാട്ടിലേക്ക് മദ്യക്കടത്ത് സജീവമാണ്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെ നേതൃത്വത്തിലാണ് ജില്ലകളിൽ പരിശോധന. വിഷു അടുത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സ്പിരിറ്റും വ്യാജമദ്യവും ഒഴുകുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ ബിയർ, വൈൻ പാർലറുകൾ, ബെവ്കോ ഔട്ട്ലെറ്റുകളും നിരോധിക്കുന്ന സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് ഇന്നലെയോടെ സംസ്ഥാനത്ത് 1956 മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ പൂട്ടി. വയനാട്ടിൽ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട 25 മദ്യവിപണന കേന്ദ്രങ്ങൾക്കാണ് പൂട്ടുവീണത്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. ബത്തേരി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ടൗണിൽ സീബ്ര ലൈൻ വരച്ചു. ചുങ്കം, ട്രാഫിക് ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സീബ്ര ലൈൻ വരച്ചത്. ദേശീയപാത കടന്നുപോകുന്ന ബത്തേരി ടൗണിൽ സീബ്ര ലൈൻ മാഞ്ഞുപോയതിനാൽ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കാൻ ബുദ്ധിമുട്ടുന്നത് പതിവായിരുന്നു. ഇതിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് സീബ്ര ലൈൻ വരച്ചത്. ജനമൈത്രി പോലീസ് ഓഫീസർ അബ്ദുൽ സലാം നേതൃത്വം നൽകി. ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തതിന്റെ പേരിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്ന് KPCC സെക്രട്ടറി കെ എബ്രഹാം പുൽപ്പള്ളിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഷെയർ ചെയ്തുവെന്ന് ആരോപിച്ചാണ് KPSTU നേതാവ് ഷാജി ജോണിനെ സസ്പെൻഡ് ചെയ്തത്. ജനാധിപത്യത്തിന് യോജിക്കാത്തതും അസഹിഷ്ണുതയുമാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കാതെ മുഖ്യമന്ത്രി വിമർശനങ്ങളെ ഭയപ്പെടുന്നു. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ നേതാക്കളെ പോലും വിമർശിച്ച ചരിത്രമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റേതെന്നും രാഷ്ട്രീയ വിരോധം തീർക്കുന്ന നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നെഹ്റുവിന്റെ കാലത്തും മുതൽ ഭരണാധികാരികളെ വിമർശിച്ച ചരിത്രമുണ്ടായിട്ടുണ്ട്. ദേശീയ നേതാക്കൾ, നെഹ്റു അടക്കം ഇന്ദിരാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളെ വിമർശിച്ചപ്പോഴും അതിനെ സഹിഷ്ണുതയോടെയാണ് കഴിഞ്ഞകാല ഗവൺമെന്റുകൾ ഭരണാധികാരികൾ കണ്ടിട്ടുള്ളത്. ഈ ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയുടെയും അസഹിഷ്ണുതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വേറൊരാൾ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് ഒരു അധ്യാപകൻ ഷെയർ ചെയ്തു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടിയുമായി സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷ അനുകൂല അധ്യാപക സംഘടനകളും അതുപോലെ അവരുടെ സർക്കാർ ജീവനക്കാരും എത്രമാത്രം വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി നടത്തിയിട്ടുണ്ട്. ഒരു നടപടിയും എടുക്കാൻ അന്ന് ഉമ്മൻചാണ്ടി തയ്യാറായിട്ടില്ല. ഇനി ജലം, ജീവജലം. മഴയൊഴിഞ്ഞ കാർഷിക ഗ്രാമങ്ങളും വനവും വേനൽ ചൂടിൽ എരിപുരി കൊള്ളുകയാണ്. അങ്ങിങ്ങ് ചെറിയ തോതിൽ മഴ കിട്ടിയെങ്കിലും അതൊന്നും ചുട്ടുപഴുത്ത മണ്ണിനെ തണുപ്പിച്ചിട്ടില്ല. അതിർത്തി മേഖലയാകെ വരൾച്ചയുടെ പിടിയിലാണ്. കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങി. കർണാടകയിൽ നിന്ന് ചൂടുകാറ്റ് വീശുന്നത് സ്ഥിതി ഗുരുതരമാക്കുന്നു. തോടുകളും കുളങ്ങളും വറ്റി. കബനിക്കരയിലെ 4 ജലവിതരണ പദ്ധതികളും നിലച്ചു. 1000 ഏക്കർ വയൽ കൃഷിയില്ലാതെ വിണ്ടുകീറി കിടക്കുകയാണ്. മഴ പ്രതീക്ഷിച്ച് കൃഷി ചെയ്ത വാഴയും ചേനയുമെല്ലാം കറുത്ത മണ്ണിലിരുന്ന് വെന്തു തീരുന്നു. കബനിഗിരി, കൃകന്നൂർ, മരക്കടവ് പ്രദേശങ്ങളിൽ വൻ കൃഷിനാശമുണ്ട്. വെള്ളമില്ലാത്തതിനാൽ കരകൃഷിയും പച്ചക്കറിയും നശിച്ചു. പകൽ നേരങ്ങളിൽ പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയാണ്. കന്നുകാലി വളർത്തലും പ്രയാസത്തിലായി. പശുക്കൾക്ക് തീറ്റ നൽകാനൊന്നുമില്ല. പച്ചപ്പുല്ല് തീരെയില്ല.
കരുതിയ വൈക്കോൽ തീർന്നു. പശു വളർത്തൽ വൻ നഷ്ടത്തിലേക്ക് നീങ്ങുകയാണ്. പലരും കാലികളെ വിറ്റൊഴിവാക്കുകയാണ്. കരിയിലയും പാളയുമാണ് പശുവിന് തീറ്റയായി നൽകുന്നത്. നാട്ടിലെ സ്ഥിതി ഇതാണെങ്കിൽ കാട്ടിലെ സ്ഥിതി ഇതിലും സങ്കീർണമാണ്. അതിർത്തിയിലെ വനങ്ങൾ കത്തിയമർന്നു. വൻ നാശമാണ് പലയിടത്തും ഉണ്ടായത്. പുല്ലും ഇഴജന്തുക്കളും കത്തിച്ചാമ്പലായി. വിലപിടിപ്പുള്ള മരങ്ങൾ വെണ്ണീറായി. കാട്ടുതീ പടർന്ന പ്രദേശങ്ങളിൽ കത്തുന്ന ചൂടാണ്. ചാരവും കരിയിലയുമാണ് ഗുണ്ടറ വനത്തിൽ അവശേഷിച്ചത്. ഗുണ്ടറ ബേഗൂർ വനപ്രദേശത്ത് ദിവസങ്ങളോളം കാട്ടുതീ പടർന്നു കത്തി. അതിർത്തിയിൽ ജാഗ്രതയുള്ളതിനാൽ വയനാടൻ കാടുകളിലേക്ക് തീ പടർന്നില്ല. വനത്തിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്. മഴ വൈകിയാൽ ഇത്തവണയും വിനാശത്തിലേക്ക് നാട് നീങ്ങുമെന്ന് ഉറപ്പായി. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. പുൽപ്പള്ളി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് പുൽപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 4-ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവപ്പെടുന്ന പ്രദേശം കൂടിയായിട്ടും പുൽപ്പള്ളി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ലെന്ന് ഭാരവാഹികളായ ആന്റണി ചോയ്ക്കര, വിജയൻ തോപ്രാക്കുടി എന്നിവർ പറഞ്ഞു. അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ എത്രയും പെട്ടെന്ന് കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 4/4/2017 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് പുൽപ്പള്ളി കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ധർണയും മാർച്ചും നടത്തുവാൻ കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. കോടികൾ ചെലവഴിച്ച് ജലനിധി പദ്ധതി 2-3 വർഷമായിട്ട് പുൽപ്പള്ളി പഞ്ചായത്തിൽ നടത്താൻ തുടങ്ങിയിട്ട് നടത്തുന്നുണ്ട്. ഇതുവരെ പല ചില ഏരിയകളിലല്ലാണ്ട് ഈ വെള്ളം പുറക്കാനുള്ള തീരുമാനമായിട്ടില്ല. കോടികൾ ചെലവഴിച്ച് നടത്തുന്ന ഈ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടെന്ന് ആണ് ഞങ്ങൾ സംശയിക്കുന്നത്. കബനി നദിയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കടമാൻതോട്ടിലെത്തിച്ച് തടയണകളിൽ നിന്ന് ജലസേചനത്തിന് വെള്ളമെടുക്കാൻ നിർദ്ദേശിച്ച കബനി കടമാൻതോട് ജലസേചന പദ്ധതി ഇനിയും ആരംഭിച്ചില്ല. ജലസേചന വകുപ്പ് അധികൃതരുടെ മെല്ലെപ്പോക്ക് നയവും അലംഭാവമാണ് ഒരു പഞ്ചായത്തിന്റെ പകുതിയോളം പ്രദേശത്ത് വെള്ളമെത്തിക്കാൻ കഴിയുന്ന ജലസേചന പദ്ധതി ഇപ്പോഴും ചുവപ്പ് നാടയിൽ കുടുങ്ങാൻ കാരണം. കടമാൻതോട്ടിൽ പുതിയതായി 10ഓളം ചെറിയ തടയണകൾ കെട്ടി കബനിയിൽ നിന്ന് തോട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. പെരിക്കല്ലൂരിൽ കബനിയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ മാടലിൽ കടമാൻതോട്ടിനും ഒരു തടയണ ഉണ്ടാക്കിയിട്ടുണ്ട്. കബനി നദിയിൽ നിന്ന് ഈ തടയണയിലേക്കും തടയണയ്ക്ക് താഴെ മാടൽ മുതൽ 11 കിലോമീറ്റർ അകലെ കടമാൻതോട്ട് കബനിയിൽ ചേരുന്ന പഞ്ഞിമുക്ക് വരെ ഭാഗത്തെ വയലുകളിലും വെള്ളമെത്തിക്കാം. ഈ ഭാഗത്താണ് ചേലൂർ, കടമ്പൂർ, മൂന്നുപാലം, വെള്ളക്കട, കവല, പഞ്ഞിമുക്കി എന്നിവിടങ്ങളിലെ പാടശേഖരങ്ങൾ. കടമാൻതോട്ടിൽ പുതുതായി 10ഓളം തടയണകൾ കൂടി നിർമ്മിച്ചാൽ 11 കിലോമീറ്റർ ഭാഗത്തും വെള്ളമുണ്ടാകും. വയൽകൃഷിക്കും കരകൃഷിക്കും വൈദ്യുതി മോട്ടോർ ഉപയോഗിച്ച് ആവശ്യത്തിന് വെള്ളമെടുക്കുകയും ചെയ്യാം. മാടൻ, ചേലൂർ, പട്ടാണിക്കൂപ്പ്, കടമ്പൂർ, മൂന്നുപാലം, മരക്കടവ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കരകൃഷിക്ക് യഥേഷ്ടം വെള്ളം ലഭിക്കും. പെരിക്കല്ലൂരിൽ നിന്ന് മാടലിലേക്ക് 4 കിലോമീറ്ററാണ് ദൂരമെങ്കിലും നദിയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ UTC കവല വരെ വെള്ളം പമ്പ് ചെയ്താൽ മതിയാകും. ബാക്കി 1 കിലോമീറ്റർ ഭാഗം ചെരിവുള്ള സ്ഥലമായതിനാൽ സ്വാഭാവികമായി തോട്ടിലേക്ക് വെള്ളം ഒഴുകിയെത്തും. പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ടടക്കം 1 വർഷം മുമ്പ് നാട്ടുകാർ അധികൃതർക്ക് അപേക്ഷ നൽകിയിരുന്നു. അതിനുശേഷം ചെറുകിട ജലസേചന വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി പദ്ധതിയെക്കുറിച്ച് പഠിക്കുകയും അധികൃതർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. 10 തടയണകൾ നിർമ്മിക്കുന്നതിന് ആകെ ചെലവ് 3 കോടിയിൽ താഴെ മാത്രമാണ്. ഇത്രയും കുറഞ്ഞ ചെലവിൽ ഇത്രയും അധികം സ്ഥലത്ത് വെള്ളം എത്തിക്കാവുന്ന വേറെ ഒരു പദ്ധതിയും പുൽപ്പള്ളി മേഖലയിലില്ല. വേനൽക്കാലത്ത് മാത്രം കബനി നദിയിൽ നിന്ന് കടമാൻതോട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്താൽ മതിയെന്ന പ്രത്യേകതയും പദ്ധതിക്കുണ്ട്. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കഴുത്തിൽ കയർ കുരുങ്ങി 9 വയസ്സുകാരൻ മരിച്ചു. മൂളിത്തോട് 5-ാം പീടിക കാവുമൽ കോളനിയിലെ ജയൻ വൈദ്യരുടെ മകൻ ജിഷ്ണുവാണ് മരിച്ചത്. കൂട്ടുകാരോടൊപ്പം കളിക്കവേ അബദ്ധത്തിൽ അപകടം സംഭവിച്ചതായാണ് സൂചന. ജില്ലാശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. മൂടക്കൊല്ലി കൂടല്ലൂർ പ്രദേശത്ത് രൂക്ഷമായ വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടി കുടുംബങ്ങൾ വീടുപേക്ഷിച്ചു പോകുന്നു. വനാതിർത്തിയോട് ചേർന്ന വീടുകളിലെ താമസക്കാരാണ് ശല്യം സഹിക്കവയ്യാതെ വീടും സ്ഥലവും ഉപേക്ഷിച്ച് മറ്റിടങ്ങൾ തേടുന്നത്. ചിലർ വാടകയ്ക്ക് വീടുകളെടുത്ത് മാറിക്കഴിഞ്ഞു. പ്രദേശത്ത് സ്റ്റീൽ ഫെൻസിംഗ് നടപ്പാക്കുമെന്ന വനംവകുപ്പ് നിർദ്ദേശം ഇതുവരെ നടപ്പായില്ല. കുറിച്യാട് റേഞ്ചിൽപ്പെട്ട വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന മൂടക്കൊല്ലി കൂടല്ലൂർ പ്രദേശം കുറെ കാലമായി രൂക്ഷമായ വന്യമൃഗശല്യം അനുഭവിക്കുകയാണ്. വന്യമൃഗശല്യത്തിന് അറുതി വരുത്താൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം ബത്തേരിയിൽ വനംവകുപ്പ് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയിരുന്നു. വന്യമൃഗശല്യത്തിൽ നിന്ന് പ്രദേശവാസികളെ രക്ഷിക്കാൻ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പൂതാടി പഞ്ചായത്തംഗം വൈൽഡ് ലൈഫ് വാർഡൻ ഓഫീസിന് മുമ്പിൽ നിരാഹാര സത്യാഗ്രഹവും നടത്തിയിരുന്നു. ആനശല്യത്തിൽ ഭയന്ന് പ്ലാപ്പള്ളിയിൽ രാജമ്മയും കുടുംബവും വീടും സ്ഥലവും ഉപേക്ഷിച്ചാണ് താമസം മാറ്റിയത്. നെടുമല പൊന്നപ്പനും കുടുംബവും ഇവിടെ നിന്ന് വീട് ഉപേക്ഷിച്ചു പോയി. തെങ്ങും കവുങ്ങും മറ്റും കാട്ടാനകൾ വീടിന് മുകളിലേക്ക് ഒടിച്ചു മുറിച്ചിട്ടതിനെ തുടർന്നാണ് രാജമ്മയും കുടുംബവും മാറി താമസിച്ചത്.
കാടിനോട് ചേർന്ന തോടുകൾ വറ്റിപ്പോയതും കുടിവെള്ളത്തിനും തീറ്റയ്ക്കും വേണ്ടിയുള്ള അലച്ചിലുമാണ് മനുഷ്യവാസ കേന്ദ്രത്തിലിറങ്ങി നാശം വിതയ്ക്കാൻ ആനകളെ പ്രേരിപ്പിക്കുന്നത്. പകൽ സമയത്ത് പോലും വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായിരിക്കുകയാണ് കൂടല്ലൂർ അതിർത്തി വനമേഖല. ഇവിടെ സ്റ്റീൽ ഫെൻസിങ് വരും എന്ന് പറയുന്നല്ലാതെ നമുക്ക് ഇതുവരെ അതിനുള്ളൊരു നല്ല രീതിയിലുള്ളൊരു തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മറ്റുള്ള സ്ഥലത്തൊക്കെ മതിൽ വന്നപ്പോൾ പിന്നെ കൂടുതലായിട്ടുള്ള എല്ലാ മൃഗങ്ങളും ഇപ്പോൾ പകല് തന്നെ നിങ്ങൾ വന്നപ്പോൾ കണ്ടു, പകല് തന്നെ മാൻകൂട്ടങ്ങൾ ഇതെവിടെ പോകുന്നുണ്ട്. നമ്മളിവിടെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ തന്നെ ശല്യമാണ്. ഒന്നാണെങ്കിൽ വെള്ളം കുറവായതുകൊണ്ട് നമ്മൾ ഉള്ള വെള്ളം കൊണ്ടൊക്കെ നട്ട് നനച്ചുണ്ടാക്കുന്ന കൃഷി ആണ്. അതെല്ലാം ഈ രാത്രി കാലങ്ങളിൽ ഇതുങ്ങൾ വന്ന് നശിപ്പിക്കുകയാണ്. നമുക്ക് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. വയനാട് ന്യൂസ് വാഗേരി. പൂക്കോട് വെറ്ററിനറി കോളേജിൽ PG കോഴ്സുകളും മ്യൂസിയവും മൃഗരോഗ വിവര കേന്ദ്രവും ആരംഭിക്കുമെന്ന് കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ബജറ്റ് പ്രഖ്യാപനം. 150 കോടി വരവും 197 കോടി ചെലവും 17 കോടി കമ്മിയും പ്രതീക്ഷിക്കുന്ന ബജറ്റ് തിരുവനന്തപുരത്ത് കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചു. ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് PG കോഴ്സ് ആരംഭിക്കുകയെന്ന് സർവകലാശാല ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗം ES ബിജിമോൾ MLA ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. പൂക്കോട് വെറ്റിനറി കോളേജിൽ വിദ്യാഭ്യാസ മ്യൂസിയവും വിദ്യാർത്ഥികൾക്ക് വിവിധ മൃഗങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നതിന് വിവരവിനിമയ കേന്ദ്രവും ആരംഭിക്കും. മത്സ്യബന്ധന ഹാച്ചറികൾ, പ്രതിദിനം 50 ടൺ പെല്ലറ്റ് കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആധുനിക ഫാക്ടറി എന്നിവയും സർവകലാശാല ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മാനന്തവാടിയിൽ അഡ്വാൻസ് മെഡിറ്റേഷൻ ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രീൻസ് റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. ASP ജയദേവ് അധ്യക്ഷനായിരുന്നു. ബാബ അലക്സാണ്ടർ, N ബാലചന്ദ്രൻ, K റെനീഷ്, PA ജോണി, ജയശ്രീ, വിൻസെന്റ് ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി എഡിറ്റേഴ്സ് ചോയ്സ്. പാക്കനാരെ പോലെ മുറവും കുട്ടയും ആവശ്യക്കാർക്ക് നെയ്തു നൽകി ദരിദ്ര കുടുംബത്തിന് താങ്ങും ആശ്വാസവുമാവുകയാണ് പഴൂർ സെന്റ് ആന്റണി സ്കൂളിലെ കൊച്ചുമിടുക്കി വിഷ്ണുമായ. സ്കൂളിൽ നിന്ന് ലഭിച്ച മുള ഉൽപ്പന്ന നിർമ്മാണ പരിശീലനമാണ് കുട്ടിക്കാലത്ത് തന്നെ തുണയാകാൻ വിഷ്ണുമായയെ പ്രാപ്തയാക്കിയത്. കരകൗശലവും ശില്പവൈദഗ്ധ്യവുമെല്ലാം ജീവിതത്തിന് ഉതകുന്നതിൽ വിഷ്ണുമായയ്ക്ക് ചാരിതാർത്ഥ്യമുണ്ട്. നമ്പിക്കൊല്ലി നരിക്കാടിയിൽ പ്രഭാകരന്റെയും ജയശ്രീയുടെയും 2 മക്കളിൽ മൂത്തയാളാണ് 7ാം ക്ലാസ്സുകാരി വിഷ്ണുമായ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനുജത്തിയുമുണ്ട് വിഷ്ണുപ്രിയ. 30 സെന്റ് ഭൂമിയിൽ സർക്കാർ നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് താമസം. കാലുകൾക്ക് സ്വാധീനശേഷി കുറവുള്ള പ്രഭാകരന് ജോലി ചെയ്യാനാകില്ല. വിഷ്ണുമായയുടെ അമ്മ ജയശ്രീക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ജോലി ചെയ്യാതെ കുടുംബം പുലർത്താൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ജോലിക്ക് പോകുന്നു. എനിക്കൊരു കാലിനും വയ്യ, കൈക്കും വയ്യ. ഇപ്പോൾ ഭാര്യ പണിക്ക് പോയിട്ടാണ്. മോളെ ഇപ്പോൾ സ്കൂളിൽ നിന്നും പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെയും ഒരു കൊണ്ട് അവൾ സ്കൂളിൻ്റെയും അതുകൊണ്ടിപ്പോൾ പ്രവൃത്തി മേളയിൽ അവൾക്ക് ഒരു നല്ലൊരു ഇത് കിട്ടി. അത് സ്കൂളിൻ്റെയും എൻ്റെ ഒരു പങ്കും എൻ്റെ ഭാര്യേൻ്റെ ഒരു പങ്കും അങ്ങനെ. അമ്മയുടെ തുച്ഛമായ കൂലികൊണ്ട് 4 അംഗ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നടക്കില്ലെന്ന തിരിച്ചറിവാണ് കുട്ടാമുറം നെയ്ത്ത് പഠിക്കുന്നതിലേക്കും ആവശ്യക്കാർക്ക് അത് നിർമ്മിച്ചു കൊടുക്കുന്നതിലേക്കും വിഷ്ണുമായയെ പ്രേരിപ്പിച്ചത്. കൊട്ട, മുറം, മീൻകൂട, ലൈറ്റ് ഷെയ്ഡ് തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾ ഈ 7ാം ക്ലാസ്സുകാരി ആവശ്യക്കാർക്ക് നിർമ്മിച്ചു നൽകും. കളിമണ്ണും പാഴ്വസ്തുക്കളും ഉപയോഗിച്ച് രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും വിഷ്ണുമായ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കുടുംബ ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും സ്വയം പ്രയത്നിച്ച് തുക കണ്ടെത്തുന്നതിലെ ഗാന്ധിയൻ ചാരിതാർത്ഥ്യം വിഷ്ണുമായ ശരിക്കും അനുഭവിച്ചറിയുന്നുണ്ട്. കരകൗശല ശില്പ വൈദഗ്ധ്യങ്ങൾ ജീവനോപാധിയാക്കി മുന്നോട്ട് എത്ര കൊണ്ടുപോകാനാകുമെന്ന് വിഷ്ണുമായ പക്ഷേ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. സംസ്ഥാന പ്രവൃത്തി പരിചയ മേളയിൽ A ഗ്രേഡ് നേടുകയുണ്ടായി. ബാംബു പ്രൊഡക്ട്സ് മുള ഉൽപ്പന്ന നിർമ്മാണത്തിൽ A ഗ്രേഡ് നേടി സ്കൂളിൻ്റെ യശസ് ഉയർത്തിയ വിഷ്ണുമായയാണ് എന്നോടൊപ്പം ഉള്ളത്. അധ്യാപകരും വിദ്യാർത്ഥികളും പ്രവൃത്തി പരിചയ മേളയിൽ പങ്കെടുക്കുകയും പ്രശസ്തമായ വിജയം കൈവരിക്കുകയും ചെയ്തു. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൻ. വയനാടൻ ചെട്ടി സമുദായ അംഗങ്ങൾ ഊരായ്മക്കാരായ പ്രസിദ്ധമായ നീലഗിരി വാളാട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ആഘോഷപൂർവ്വം വിവിധ പരിപാടികളോടെ പ്രതിഷ്ഠാ ഉത്സവം നടത്തി. വയനാട്ടിനോട് ചേർന്ന നീലഗിരി ജില്ലയിൽ 9ാം നൂറ്റാണ്ടിൽ ചേര രാജാവിന്റെ സേനാനായകൻ സ്ഥാപിച്ച ക്ഷേത്രമെന്ന ഐതിഹ്യ പെരുമ ഈ വിഷ്ണു ക്ഷേത്രത്തിന് ഉണ്ട്. പൂജകളും ഹോമങ്ങളും കാഴ്ചശീവേലിയും ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. അനുഷ്ഠാന കലകളായ സോപാന സംഗീതം, ഓട്ടൻതുള്ളൽ എന്നിവയും അവതരിപ്പിച്ചു.
നീലഗിരി ജില്ലയിൽ നിത്യേന ത്രികാല പൂജയ്ക്കുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. തമിഴ്നാട്ടിൽ കേരളീയ അനുഷ്ഠാന കലകളായ സോപാന സംഗീതവും ഓട്ടംതുള്ളലും അരങ്ങേറുന്ന ഏക ക്ഷേത്രം വാളാട് വിഷ്ണു ക്ഷേത്രമാണ്. കേളിവാദ്യ കലാക്ഷേത്രത്തിലെ സോപാന ഗായകൻ പ്രശാന്ത് വയനാട് ശ്രീകോവിൽ നടയിൽ ഇടയ്ക്ക കൊട്ടിപ്പാടിയ സോപാന ഗീതം ആസ്വദിക്കാൻ നിരവധി ആളുകൾ കാതുകൂർപ്പിച്ചു നിന്നു. തുടർന്ന് കലാമണ്ഡലം പ്രശോഭ് കല്യാണ സൗഗന്ധികം ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചു. ചേരരാജാവിന്റെ സേനാനായകൻ ഈ ക്ഷേത്രത്തിന്റെ സംരക്ഷണ ചുമതല പിന്നീട് വാളാട്ട് കുടുംബക്കാരായ വയനാടൻ ചെട്ടി സമുദായത്തെ ഏൽപ്പിക്കുകയായിരുന്നു. 1970 വരെ അവർ ക്ഷേത്രം പരിപാലിച്ചു. പിന്നീട് 15-അംഗ ജനകീയ കമ്മിറ്റിക്ക് ക്ഷേത്രം കൈമാറി. മഹാവിഷ്ണുവിനു പുറമെ ഗണപതി, ഭഗവതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, നാഗരാജാവ്, ബ്രഹ്മരക്ഷസ് തുടങ്ങിയ ഉപദേവന്മാർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുണ്ട്. സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ഈ പുരാതന ക്ഷേത്രത്തിൽ വിഷ്ണു പടിഞ്ഞാറ് ദർശനമായി കുടികൊള്ളുന്നു എന്നതും അപൂർവതയാണ്. AP ഷാജി, വയനാട് ന്യൂസ്, ചിരാൽ. പോളിയോ തുള്ളിമരുന്ന് വിതരണം രണ്ടാം ഘട്ടം 96% ലക്ഷ്യം കൈവരിച്ചു. 66,932 കുട്ടികൾക്ക് പോളിയോ നൽകാനായിരുന്നു ലക്ഷ്യമിട്ടത്. മരുന്ന് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മാനന്തവാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉഷാകുമാരി നിർവഹിച്ചു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ 886 ബൂത്തുകൾ വഴിയാണ് പോളിയോ വിതരണം ചെയ്തത്. ബൂത്തുകളിൽ പ്രവർത്തിക്കാനായി 2560 വോളണ്ടിയർമാരും ആരോഗ്യവകുപ്പിനെ സഹായിക്കാനുണ്ടായിരുന്നു. ഇന്ന് പോളിയോ നൽകാത്ത കുട്ടികൾക്ക് വീടുകളിൽ സന്ദർശനം നടത്തി തുള്ളിമരുന്ന് നൽകും. മാനന്തവാടിയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ VR പ്രവീജ് അധ്യക്ഷത വഹിച്ചു. DMO ഡോക്ടർ R വിവേക് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ V ദിനീഷ്, ബേബിന പള്ളിൽ, ഹംസ ഇസ്മാലി എന്നിവർ പ്രസംഗിച്ചു. വസൂരി എന്ന മാരക രോഗത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ സാധിച്ചുവെങ്കിൽ വളരെ നിസ്സാരമായ 2 തുള്ളി മരുന്നിലൂടെ വളരെ മാരകമായ രോഗം വന്നാൽ ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയിലുള്ള ഈ രോഗത്തെ തുടച്ചു നീക്കുന്നതിന് എല്ലാവരുടെയും പരിപൂർണമായ സഹായ സഹകരണം ഉണ്ടെങ്കിൽ നമുക്കത് സാധിക്കും. വയനാട് ന്യൂസ്, മാനന്തവാടി. പുൽപ്പള്ളി പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് വിരമിച്ച അധ്യാപകർക്കും അനധ്യാപകർക്കും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ജയശ്രീ ഹൈസ്കൂൾ, വിജയ ഹൈസ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങളിലെ 20ഓളം അധ്യാപകർക്കാണ് യാത്രയയപ്പ് നൽകിയത്. യാത്രയയപ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KJ പോൾ അധ്യക്ഷനായിരുന്നു. PA മുഹമ്മദ്, അനിൽ മോൻ, അജിത്, ശോഭന പ്രസാദ്, ബിന്ദു ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന വിജയ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപകരായ പ്രിൻസിപ്പാൾ സുജീന്ദ്രകുമാറിനും ഹൈസ്കൂൾ പ്രധാനാധ്യാപകരായ ശ്രീകല ടീച്ചർക്കും സ്കൂൾ PTA-യും മാനേജ്മെന്റും വിദ്യാർത്ഥികളും ചേർന്ന് യാത്രയയപ്പ് നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VM പൗലോസ് അധ്യക്ഷനായിരുന്നു. സ്കൂൾ മാനേജർ PC ചിത്ര, അഡ്വക്കേറ്റ് ശശികുമാർ, സീന മാർഗരറ്റ്, അന്നമ്മ ടീച്ചർ, ജോണി, ജോസഫ്, ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു. സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ 4ാമത് അവധിക്കാല കോച്ചിംഗ് ക്യാമ്പിന് പുൽപ്പള്ളിയിൽ തുടക്കമായി. ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ സഹകരണത്തോടെയാണ് 2ാമത്തെ ക്യാമ്പ്. വോളിബോൾ, ഫുട്ബോൾ, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, മറ്റു സ്പോർട്സ് ഇനങ്ങളിലും പ്രത്യേകമായി തെരഞ്ഞെടുത്ത കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിലാണ് പരിശീലനം. ദേശീയ സംസ്ഥാന പരിശീലകരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ്. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, പൂതാടി, പനമരം പഞ്ചായത്തുകളിൽ വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ക്യാമ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി മധു ഈ മാസം 3-ന് വിജയ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കും. ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം 500ഓളം വിദ്യാർത്ഥികളാണ് അവധിക്കാല ക്യാമ്പിൽ പങ്കെടുക്കുന്നതെന്ന് സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് ജോസഫ്, സെക്രട്ടറി സജി CP, PA ഡിവൻസ് തോമസ് എന്നിവർ പറഞ്ഞു. ഏപ്രിൽ മാസം 3-ാം തീയതി
കേരള വയനാട് ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മധു അവറുകളാണ് ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, അത്ലറ്റിക്സ് ആൻഡ് ബാഡ്മിൻ്റൺ ഇങ്ങനെ 5 ഇവന്റുകളിലായിട്ടാണ് കായിക പരിശീലനം നടക്കുക. വയനാട് ന്യൂസ് പുൽപ്പള്ളി. ബത്തേരി മലങ്കര സുറിയാനി കത്തോലിക്ക രൂപതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വയനാട്ടിലെ കത്തോലിക്ക സഭാ കൂട്ടായ്മകളുടെ 6ാമത് ബൈബിൾ കൺവെൻഷന് ബത്തേരി സെന്റ് തോമസ് മലങ്കര കത്തീഡ്രൽ ദേവാലയത്തിൽ തുടക്കമായി. കൺവെൻഷൻ മേഖലാ ഇടവക വികാരിമാർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ബംഗളൂരു റിന്യൂവൽ റിട്രീറ്റ് സെന്ററാണ് കൺവെൻഷൻ നയിക്കുന്നത്. കൺവെൻഷൻ ഈ മാസം 5-ന് സമാപിക്കും. നമ്മെല്ലാവരെയും പരമകാരുണികനായ ദൈവത്തിൻ്റെ കരുതലിനും കരുണയ്ക്കുമായി സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മോട് വചനപ്രഘോഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും സന്യസ്തരെയും അൽമായ പ്രേക്ഷിതരെയും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വചനപ്രഘോഷ ദിനങ്ങൾ ആരംഭിക്കാം. മധ്യവയസ്കനെ കാണുവാനില്ലെന്ന് ബന്ധുക്കൾ മാനന്തവാടി പോലീസിൽ പരാതി നൽകി. 51-കാരനായ തോണിച്ചാൽ പാട്ടവയൽ ലാസറിനെയാണ് ഈ വർഷം ജനുവരി 28 മുതൽ കാണാതായത്. മാനന്തവാടിയിലും പനമരത്തും ഹോം നഴ്സിംഗ് സ്ഥാപനം നടത്തിവരികയായിരുന്നു. 5 അടി പൊക്കവും മെലിഞ്ഞ ശരീരവും ഇരുനിറവുമുള്ള ഇയാളെ കാണാതാകുമ്പോൾ വെള്ളമുണ്ടും കറുപ്പിൽ വെള്ള കളർ ഷർട്ടുമാണ് ധരിച്ചിരുന്നത്. മാനന്തവാടി പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരികയാണ്. ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ മാനന്തവാടി പോലീസ് സ്റ്റേഷനിലോ 0493504032 അല്ലെങ്കിൽ 9497980816 എന്ന നമ്പറിലോ അറിയിക്കണം. അവസാനമായ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മദ്യലഭ്യത കുറയുന്ന സാഹചര്യത്തിൽ വ്യാജമദ്യവും സ്പിരിറ്റും ഒഴുകാൻ സാധ്യതയെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് പോലീസും എക്സൈസും ജില്ലയിൽ സംയുക്ത റെയ്ഡ് നടത്തും. ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തതിന് അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണം. കെ എബ്രഹാം. മഴയൊഴിഞ്ഞ കർഷക ഗ്രാമങ്ങളും വനങ്ങളും വേനൽ ചൂടിൽ വെന്തുരുകുന്നു. ജില്ലയിൽ വെയിലും കാട്ടുതീയും താണ്ഡവം നടത്തുന്നു. മൂടക്കൊല്ലി കൂടല്ലൂർ പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷം. പൊറുതിമുട്ടി കുടുംബങ്ങൾ വീടുപേക്ഷിച്ചു പോകുന്നു. പൂക്കോട് വെറ്ററിനറി കോളേജിൽ PG കോഴ്സുകളും മ്യൂസിയവും മൃഗരോഗ വിവര വിനിമയ കേന്ദ്രവും തുടങ്ങുമെന്ന ബജറ്റ് പ്രഖ്യാപനം. പോളിയോ തുള്ളിമരുന്ന് വിതരണം 2ാം ഘട്ടം. ജില്ല 96% ലക്ഷ്യം കൈവരിച്ചു. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.